വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. അപ്പൊ ഇന്ന് നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന്റെയൊക്കെ കുറച്ചൊക്കെ ഉത്തരങ്ങളൊക്കെ എന്റെ വേറെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഞാൻ പേഴ്സണൽ ആയിട്ട് ചോദിച്ചവർക്ക് ഞാൻ അല്ലാതൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ കാണുമ്പോഴത്തേക്കിനും ഇതിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉടനെ പഠിച്ചിറങ്ങിയത് ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് US വരാനുള്ള ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ അറിയാൻ കുറേ പേർക്ക് താല്പര്യം കാണുമല്ലോ. അതുപോലെ എൻക്ലെക്സ് സാറിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന്റെ കുറച്ച് ഞാൻ ഓർക്കുന്നതൊക്കെ ഞാനൊരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിനകത്ത് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം. അത് കുറച്ച് പേർക്കൊക്കെ ഒരു എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എൻക്ലെക്സിന്റെ ആട്ടോ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ എങ്ങനെയാണ് എൻക്ലെക്സ് പഠിച്ചത്, ഞാൻ എവിടെയാണ് എൻക്ലെക്സ് എഴുതിയത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻക്ലെക്സ് പഠിച്ചത് ആദ്യമൊക്കെ നമ്മൾ ബുക്സും ലൈബ്രറി പോയി പഠിക്കുകയും അങ്ങനെയൊക്കെ ഒരു ബേസ് കിട്ടാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻക്ലെക്സിന് തമാശയ്ക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. പക്ഷെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു 3 months ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ പഠിച്ചത് ആപ്ലാറ എന്ന് പറയുന്ന കോഴ്സ് എടുത്തിട്ടാണ്. അനില സൈമൺ എന്ന് പറയുന്ന മാമിൻ്റെ നല്ല ക്ലാസ്സാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ എൻ്റെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻക്ലെക്സ് ആർ അഞ്ജു സ്പൈസ് ഗാർഡൻ എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ അതിനൊരു കോഴ്സ് ഉണ്ട്, അത് എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. നല്ല 3 months നല്ല ഡെഡിക്കേറ്റഡ് പഠിക്കുക. പിന്നെ അത് ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് UWorld എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുള്ളതാണ്. അപ്പം അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു അനില സൈമൺ മാമിൻ്റെ ആപ്ലാറൻ കോഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ UWorld എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 സംഭവമാണ് എനിക്ക് മെയിനായിട്ട് എൻക്ലെക്സിൻ്റെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ എൻക്ലെക്സ്. എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ല. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് അങ്ങനത്തെ അത് ഒരു മെയിൻ പോയിന്റാണ്. എൻക്ലെക്സ് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്പീരിയൻസിലെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എൻക്ലെക്സ് എഴുതാൻ നോക്കുമോ? ലൈക്ക് നഴ്സിംഗ് പഠിച്ചിട്ട് ഉടനെ നമുക്ക് എൻക്ലെക്സ് എഴുതാൻ നോക്കുമോ? ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് 2-3 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻക്ലെക്സിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ എൻക്ലെക്സ് എഴുതാം. എൻക്ലെക്സിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. അതിൻ്റെ അകത്ത് ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്നും ചോദിക്കത്തില്ല. നിങ്ങളുടെ നഴ്സിംഗിൻ്റെ അതെല്ലാം ചോദിക്കും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്ലെക്സ് എഴുതാം. ഗ്യാപ്പോ എക്സ്പീരിയൻസ് റിലേറ്റഡോ ഒന്നും എൻക്ലെക്സിന്റെ പ്രോസസ്സിങ്ങിൽ ഒരു പ്രശ്നമില്ല. എൻക്ലെക്സ് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ. സാലറി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, GNMകാർക്ക് എൻക്ലെക്സ് എഴുതാൻ പറ്റുമോ? ഓഫ് കോഴ്സ് എഴുതാം. എൻക്ലെക്സിന് ഇവിടെ കുറച്ചുകൂടെ വേറെ കുറേ പറയാനുണ്ട്. അങ്ങനത്തെ നഴ്സിംഗിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ സെമസ്റ്റർ ആയിട്ട് കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അത് BSc നഴ്സിംഗ് ഒന്നുമല്ല, നഴ്സിംഗിൻ്റെ ഒരു മേജർ ഡിഗ്രി സംതിങ്, അത് വെച്ച് കോംപ്ലിക്കേറ്റ് പറയാൻ. അത് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻക്ലെക്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ RN ആവും. അപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കയറാം. ഇവിടെയൊക്കെ ഹോസ്പിറ്റൽസ് ഒത്തിരി ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയറി ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് BSN എഴുതി എടുക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് GNM ആണെങ്കിലും BSc ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എൻക്ലെക്സ് RN എഴുതാം. ഞാൻ പറഞ്ഞല്ലോ, എൻക്ലെക്സ് മാത്രം പാസ് ഔട്ട് ആയാലും നിങ്ങൾക്ക് ജോലിക്ക് കയറാം. അത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എങ്ങനെയാണ് US വന്നത്, ഞാൻ ഏത് ഏജൻസി വഴിയാണ് US വന്നത്, ഞാൻ സൗദിയിൽ നിന്ന് എങ്ങനെയാണ് US വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ അറിയാത്തവർക്ക് അത് ആദ്യം പറയണ്ടായിരുന്നു. പറഞ്ഞു എൻ്റെ പേര് അഞ്ജു എന്നാണ്. പിന്നെ ഞാൻ US വന്നത് കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ സ്പൗസ് വിസയിലാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഏജൻസി ഒന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ പ്രോസസ്സിങ്ങിന് എത്ര നാളായെന്ന് ചോദിച്ചാൽ ഞാൻ ഡേവ് സിറ്റിസൺ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പം സിറ്റിസൺകാർക്ക് എനിക്കറിയാം കറക്റ്റ്, കാരണം ഡേവ് സിറ്റിസൺ ആയതുകൊണ്ട് എനിക്ക് 1.5 വർഷം എടുത്തു. അത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലിയറൻസ് വേണമായിരുന്നു. നാട്ടിൽ 6 മാസം അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നിന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലിയറൻസ് വേണമായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി എക്സ്ട്രാ 3 months കുറച്ചുകൂടെ സമയം വേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു 1 yearനുള്ളിലൊക്കെ ആ പ്രോസസ്സിങ് ശരിയാവേണ്ടതാണ്. എൻ്റെ ഒരു 1.5 വർഷം എടുത്തു. അങ്ങനെയാണ് ഞാൻ US വന്നത്. അല്ലാതെ ഞാൻ സൗദിയിൽ നിന്ന് സ്ട്രൈറ്റ് ഇങ്ങോട്ട് വരുമല്ലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഞാൻ വേറെ വിസയോ ഏജൻസി വഴി ഒന്നും വന്നതല്ല. സ്പൗസ് വിസയിൽ ഡേവ് എന്നെ സ്പോൺസർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ കുറേ പേര് ചോദിക്കുന്നത്, അഞ്ജു എന്താ ഒത്തിരി പ്രോസസ്സിങ് സമയം എടുക്കുന്നേ, എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് പോയല്ലോ, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോയല്ലോ. അതൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ വന്നിട്ട്. ഇവിടെ വർക്ക് വിസയാണ് ഉള്ള ആൾക്കാർ, ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ട് ആ കമ്പനിക്കാർ സ്പോൺസർ ചെയ്തിട്ട് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് അവരുടെ സ്പൗസിനെ അപ്പം തന്നെ കൂടെ കൊണ്ടുവരാം. അതിന് വലിയ പ്രോസസ്സിങ്ങിനൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത്
വർക്ക് വിസക്കാർ ഇവിടെ അങ്ങനെ പെർമനന്റ് നിൽക്കില്ല. അവരുടെ വർക്ക് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകണം എന്നുള്ള ഇതാണ്. അതുകൊണ്ടായിരിക്കും അവർ ആ സ്പൗസിന്റെ കൂടുതൽ പ്രോസസ്സിങ് ചെയ്യാത്തത്. ഇപ്പൊ ഡേവ് സിറ്റിസൺ ആയിരുന്നു, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സെറ്റിൽ ആവാനുള്ളതാണെന്ന് അവർക്ക് എന്താണെങ്കിലും അറിയാം. ഞാൻ ഇവഞ്ച്വലി ഇവിടുത്തെ സിറ്റിസൺ ആവുന്ന ആളാണ്. സോ അവർ എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് കയറ്റത്തുള്ളായിരുന്നു. സോ അതാണെന്ന് തോന്നുന്നു ആ ഒരു ഡിഫറൻസ്. വർക്ക് വിസക്കാരാണെങ്കിൽ അവർ നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ച് കയറി പോകുന്നവരുണ്ട്. അതുകൊണ്ട് അത്ര ടൈം എടുത്തു. എൻ്റെ നല്ല ഫുൾ എല്ലാം ഇത് കഴിഞ്ഞിട്ടാണ് വന്നത്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇതുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് അപ്പോൾ ഒന്നും ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ ജോലി ചെയ്യുന്നത്. അപ്പം ഡേവിനോട് പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് 2 ഇയർ കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന്. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ ഒക്കത്തില്ലല്ലേ എന്ന്. അതും സിറ്റിസൺകാർക്കല്ല, അത് വർക്ക് വിസയിൽ വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു സ്പൗസിന് ജോലി ചെയ്യാൻ ഒക്കത്തില്ലെന്ന് തോന്നുന്നു. അവർ അതിനുള്ള പെർമിഷൻ കൊടുക്കില്ല. അവർ ജസ്റ്റ് കൂടെ നിൽക്കാനുള്ള ഇതേ ഉള്ളൂ. പിന്നെ അവർ വേറെ എന്തൊക്കെയൊക്കെ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എത്രയോ നാൾ കഴിയുമ്പോൾ വർക്ക് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വരുന്നവർക്ക് വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല വർക്ക് വിസയിലാണെങ്കിൽ. പിന്നെ എനിക്കറിയാവുന്നവർ വർക്ക് ചെയ്യുന്നവരുണ്ട്, പക്ഷെ കുറേ വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് വേറെ എന്തൊക്കെയോ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുണ്ട്. ഓക്കെ, എൻ്റെ പ്രോസസ്സിങ്ങിന് ഞാൻ പറഞ്ഞാൽ 1.5 വർഷം എടുത്തു. എൻ്റെ എൻ്റെ എൻക്ലെക്സ് ആറിൻ്റെ നോട്ട്സ്, ഫാർമക്കോളജി നോട്ട്സ് എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്. അത് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ നാപ്പിളാറിനോ അതും ഇതുമെല്ലാം നോക്കി, ഞാൻ വേറെ ഇതിൽ നിന്നൊക്കെ നോക്കി ഞാൻ സ്വന്തമായിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ഫാർമക്കോളജിയിൽ. അത് മാത്രമാണ് ഞാൻ പഠിച്ചത്. ആ നോട്ട്സ് എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ഒരു പിക്ചർ എടുത്തിട്ട് അങ്ങനെ എനിക്ക് അഞ്ജു സ്പൈസ് കാർഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൻ്റെ അകത്ത് ആ നോട്ട്സ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ പോലും ഇല്ലാതെ ഇപ്പോൾ കുറേ വർഷങ്ങളായതുകൊണ്ട് അത് ആ പേജിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം അഞ്ജു സ്പൈസ് ഗാർഡൻ ആണ്. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ചിലർ ചോദിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലെ നഴ്സിംഗ് പഠിച്ചവർക്ക് ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ ഇവിടെ ജോലിക്ക് കയറാമെന്ന്. വേണ്ട, പക്ഷെ എല്ലാ കോളേജിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. നമ്മൾ ഇവിടെ വന്ന് ജോലിക്ക് കയറാൻ നേരം ഇവിടുത്തെ HR അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഹോസ്പിറ്റലിന്റെ HR തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഏജൻസിയുടെ അടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ അവരത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരും. അവരെല്ലാം അത് ഇവിടുത്തെയും അവിടുത്തെയും കൂടെ എല്ലാം കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നും എക്സ്ട്രാ കോഴ്സോ ഒന്നും എടുക്കണ്ട. നമ്മുടെ പിന്നെ ഞാൻ പഠിച്ചത് എനിക്കൊന്നും എടുക്കണ്ടായിരുന്നു. സെയിം നമ്മുടെ ഇത് തന്നെ ഇവിടെയും അപ്രൂവ്ഡ് ആണ്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയർലൻഡിലെ ഗൾഫിലേക്ക് നഴ്സിംഗിന് അങ്ങനെയാണ്. ചിലപ്പോൾ ആൾക്ക് ഞാനിവിടെ US ആണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് US കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ US ഉള്ളത് കേട്ടോ. ഹായ് ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയല്ലോ എന്ന് ഓർത്തത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തള്ളി തീരുകയാണ് കേട്ടോ. ബിക്കോസ് ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ഹോസ്പിറ്റൽസ് നാട്ടിൽ നിന്നുള്ള നഴ്സസിനെ ഹയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് നഴ്സസിനെ ഹയർ ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ഇല്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ഒന്നും ആവണ്ട. എനിക്കറിയാവുന്നത് ന്യൂയോർക്കിലെയും ഫ്ലോറിഡയിലെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ എനിക്കറിയത്തുള്ളൂ. സോ എൻ്റെ അറിവ് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവണ്ട, നിങ്ങൾ അന്വേഷിക്കുക കേട്ടോ. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ദേവിൻ്റെ മമ്മിയൊക്കെ ഇവിടെ വന്നിട്ട് 40+ ഇയേഴ്സ് ആയിട്ടോ. മമ്മിയൊക്കെ വന്ന സമയത്ത് മമ്മിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ കുറേ ആൻറ്റിമാരുണ്ട്. അവരൊക്കെ ഈ ഡൽഹിയിൽ നിന്നൊക്കെ ഏജൻസി വഴി ഹയർ ചെയ്തിട്ട് ഒത്തിരി ഗ്രൂപ്പായിട്ട് വന്നവരാണ്. ആ സമയത്ത് ചിലപ്പോൾ ഒത്തിരി നീഡ് ഉണ്ടായിരുന്നായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. അതോ ഇപ്പം വേറെ ഹോസ്പിറ്റലൊക്കെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ അങ്ങനെ ഹയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നുള്ളവർ. പക്ഷേ എനിക്കറിയത്തില്ല. ഇവിടെയുള്ള ഹോസ്പിറ്റൽസ് ഈ ട്രാവൽ നഴ്സസിനെയൊക്കെയാണ് വെച്ചതായിട്ടാണ് എനിക്കറിയാവുന്നത്. പക്ഷേ ഞാനങ്ങനെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കാതിരിക്കേണ്ട, ഏജൻസീനെയൊക്കെ കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കുക കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. എനിക്ക് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളായിരുന്നു. അതും കൂടി ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലോറിഡയും ന്യൂയോർക്കും 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഒക്കെ ഡിഫറൻസ് തമ്മിൽ നോക്കിയിട്ട് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, നഴ്സിംഗിൻ്റെ തന്നെ ഡിഫറൻസ് ഉണ്ടോ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ, സീ യു.